கண்டில்லென்றால் விடுவாரோ? காலனுடையாளு வந்தால் கண்டில்லென்றால் விடுவாரோ? கண்டில்லென்றால் விடுவாரோ? പൊയ്ക്കോ. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ ഞങ്ങൾ നാണിപ്പിച്ച് അടങ്ങുമല്ലേ? കൊല്ലടേ. അമ്മായി മര്യാദയ്ക്ക് സംസാരിക്കണം. അമ്മായി ഏരപ്പേ, കണ്ട ഭ്രാന്തന്റെയും ചാന്നാന്റെയും കൂടെ ഉറങ്ങുന്ന നിനക്ക് ഞാൻ അമ്മായിയോ? ഇനി നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ? നാണം കരുത്തി തല താഴ്ത്തിച്ചില്ലേ നീ? കെട്ടിയാൻ ഇട്ടെറിഞ്ഞു പോയിട്ട് മാസം 1 തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് കണ്ട ചാന്നാനെ മറവനെ വീട്ടിൽ കിടത്തി പൊറുപ്പിക്കുന്നല്ലേ? അമ്മാവന്റെ കൈകൊണ്ട് നിന്റെ കഴുത്തിറക്കും മുമ്പ് എങ്ങോട്ടെങ്കിലും ഓടിപ്പൊയ്ക്കോ. സുഭദ്ര ചീത്തയാണ്, സമ്മതിച്ചു. ഇനി വായടച്ചില്ലെങ്കിൽ മഹാപ്രയാകും. അമ്മായിയുടെ മഹത്വത്തെ പറ്റി നാട്ടുകാരി പറയും. എങ്ങോട്ടാ? ഇത്ര പേരുവാണോ നീ? എന്നെ വിട്ട് പോവില്ലെന്ന് സത്യം ചെയ്തതല്ലേ? ഭർത്താവിനെ എന്റെ അടുക്കൽ എത്തിക്കാമെന്ന് വാക്ക് തന്നതല്ലേ? അതും വേണ്ടെന്ന് വെച്ചോ? ഓ, ഞാൻ ആരോടായി സംസാരിക്കുന്നത്? സുഭദ്രയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ നീ കൂടെ ഉണ്ടെങ്കിൽ ഒരു കൂട്ടായി കൂടെപ്പിറപ്പിനെ പോലെ വിശ്വസിക്കാമല്ലോ. അത് വേണ്ടെന്നാണെങ്കിൽ പൊയ്ക്കോ. സത്യത്തിൽ നീ ഭ്രാന്തനാണോ? വേണ്ട, നീ ഭ്രാന്തനായിരുന്നാൽ മതി. അച്ഛന്റെ മുഖം എനിക്ക് ഓർമ്മയില്ല. എന്നെ കാണാൻ വന്നിട്ടില്ല. അച്ഛനൊരു മകനുണ്ടെന്ന് കേട്ടു. അയാളെ എനിക്കറിയില്ല. ഞാനൊരാളെ ഇഷ്ടപ്പെട്ടു. അയാളും എന്നെ ഒറ്റയ്ക്കാക്കി. മറ്റുള്ളവർ എന്റെ ശരീരം കൊതിക്കുന്നവരാണ്. നീ എന്റെ മുന്നിൽ എപ്പോഴും ഭ്രാന്തനായിരുന്നാൽ മതി. വന്നു അല്ലേ? സത്യം ചെയ്യാം. വേണ്ട. പിന്നെന്തിനിങ്ങോട്ട് കെട്ടിയെടുത്തു? ഞങ്ങളെ ഒറ്റ കൊടുക്കാനോ? അല്ല, ഇവിടേക്ക് വരണ്ടാന്ന് ഉറപ്പിച്ചതുമാണ്. പക്ഷേ നിങ്ങളുടെ വഴിവിട്ട ആലോചന കേട്ടപ്പോ എന്റെ മനസാക്ഷി പറഞ്ഞു ഇങ്ങോട്ട് പോരാൻ. ഓഹോ, മനസാക്ഷിക്ക് പറയാനുള്ള കേൾക്കട്ടെ. അവസാന വിളിയും കാത്ത് പൊന്നുതമ്പുരാൻ കിടക്കുമ്പോ കൊട്ടാരത്തിനകത്ത് കയറി ഇളയതമ്പുരാനെ വധിക്കാനുള്ള ആലോചന കുറെ കടന്നുപോയി. ദൈവനീതിക്കോ പ്രജാഹിതത്തിനോ അത് ചേരില്ല. ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല. അത് പതിക്കേണ്ടടുത്ത് നിശ്ചിതമായി പതിക്കുക തന്നെ ചെയ്യും. 8 വീട്ടി പിള്ളമാരുടെ നീതിക്കും ദാക്ഷിണ്യമില്ല. അത് 7 വീട്ടി പിള്ളമാരായിട്ട് കുറഞ്ഞാലും പതിക്കേണ്ടടുത്ത് തന്നെ പതിക്കും. പൊന്നുതമ്പുരാന്റെ പ്രാണൻ പോയിട്ട് പോരെ ഈ പരാക്രമങ്ങളൊക്കെ? നിങ്ങളുടെ ആലോചനകളൊക്കെ അവരും അറിഞ്ഞിട്ടുണ്ട്. 7 പിള്ളമാർക്കാണ് കുറി അയച്ചിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു. നിങ്ങളുടെ പക്ഷത്തൊരാൾ, സേനാനായകൻ, ഓടിപ്പോയിട്ട് അധികനാളായില്ല. അങ്ങനെയും സംഭവിച്ചുകൂടെ? അങ്ങയോട് എനിക്ക് പ്രത്യേകിച്ചൊന്ന് പറയാനുണ്ട്. അതിനു മുമ്പ് ഒരു ഉപകാരം ചെയ്യാൻ സന്മനസ് കാട്ടണം. കഴക്കൂട്ടത്തിന് എന്നെ വിശ്വസിക്കാൻ. എങ്കിൽ ഈ സുന്ദരയ്യൻ എന്ന മഹാബ്രാഹ്മണനോട് കുറച്ചുനേരം പുറത്തുപോയി നിൽക്കാൻ കൽപ്പിക്കുക. ഇയാൾ ഒറ്റുകൊടുക്കുമെന്ന ശങ്ക കൊണ്ടല്ല. ഇയാളിലെ കുതന്ത്രക്കാരൻ എന്റെ വാക്കുകളെ തകിടം മറിക്കും. നാട്ടുനടപ്പ് പ്രകാരം തന്നെ നമുക്ക് തമ്പി അദ്ദേഹത്തെ നമ്മുടെ രക്ഷാപുരുഷനായി പ്രഖ്യാപിക്കാം. മഹാരാജാവായി പട്ടം കെട്ടാൻ കുറച്ചുകൂടി കാത്തിരിക്കുക.
എന്റെ അപേക്ഷ ആവർത്തിക്കുന്നു. കൊലപാതകം ഒഴിവാക്കുക. കഴക്കൂട്ടത്തിന്റെ വാക്കുകൾ ഒരു കാശിയാത്രക്കാരന് ചേരും. രാജ്യസ്നേഹിക്ക് ചേരില്ല. പ്രജകളിൽ മിക്കവരും കരം കൊടുക്കാൻ മടിക്കുന്നു. ധനക്കുറവ് മൂലം മന്ത്രിമാർ അയൽ നാടുകളിൽ നിന്ന് കടം വാങ്ങുന്നു. കലഹങ്ങൾ ഭയന്ന് മന്ത്രിമാർ ദ്രവ്യങ്ങൾ വിദൂര സ്ഥലങ്ങളിലേക്ക് മാറ്റി സൂക്ഷിക്കുന്നു. ഭീരുക്കൾ പോലും ധൈര്യം അവലംബിച്ച് രാജ്യദോഷത്തെക്കുറിച്ച് പരസ്യമായി പറയുന്നു. രാജഭടന്മാർ ചിലപ്പോൾ ആജ്ഞകൾ ലംഘിക്കുന്നു. ഇംഗ്ലീഷുകാർ നൽകുന്ന സഹായത്തിന് പ്രായശ്ചിത്തമായി അവർ ചോദിക്കുന്നതൊക്കെ നൽകുന്നു. ഒരു ദുർബലമായ രാജ്യത്ത് അതിദുർബലനായ രാജാവ്, അതാണോ നമുക്ക് വേണ്ടത്? എനിക്ക് രാജ്യമാണ് വലുത്, അച്ഛനല്ല. പറയൂ, ഇനി നാം കാത്തിരിക്കണം. ഞാൻ പടക്കളത്തിലേക്കാണ്. നിൽക്കോ. തൽക്കാലം പുണ്യാഹം കഴിഞ്ഞ് ഇരണിയിലേക്ക് യാത്രയാകുന്നതുവരെ നാം ക്ഷമിച്ചിരിക്കേണ്ടതാണ്. സമയമാകുമ്പോൾ ഞാൻ എല്ലാവർക്കും സന്ദേശം അയക്കും. തെക്ക് നിന്ന് യുവരാജാവിനെ സഹായിക്കാൻ എത്തുന്നവരെ വെങ്ങാനൂർ പള്ളിച്ചൽ പിള്ളമാർ തടയുക. വടക്ക് നിന്നും വരുന്നവരെ കുളത്തൂർ തിരുമഠത്തിൽ ചെമ്പഴന്തി പിള്ളമാരും, തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ ഇളകാതെ നോക്കാൻ ഞാനും രാമനാമഠവും, പാണ്ടിപ്പടയെ തുരത്താൻ തമ്പിമാരും ഭാരമേൽക്കേണ്ടതാണ്. നിർത്ത്. സുഭദ്ര എന്താ ഇവിടെ? ഒന്ന് കാണാൻ. വരൂ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയാമായിരുന്നില്ലേ? ആ, എന്തേ ഇവിടം വരെ വന്നില്ല? രാജ്യകാര്യങ്ങളിൽപ്പെട്ട് ഞാൻ... വിഷയം മാറ്റണ്ട. എന്നെ ഓർത്തില്ല എന്ന് പറയാൻ മടിയുണ്ടോ? ഇത് കണ്ടോ? ഇത് അങ്ങ് എനിക്ക് സമ്മാനിച്ച താഴമ്പൂക്കളെല്ലാം ഞാൻ സൂക്ഷിച്ചു. കാൽപ്പെട്ടികളിൽ, തലേണക്കടിയിൽ, പുതുവസ്ത്രം സൂക്ഷിക്കുന്ന പെട്ടികളിൽ, എവിടെയെല്ലാം ഈ പൂക്കളുടെ ഗന്ധം എനിക്ക് എന്നും ആവേശമായിരുന്നു. എന്നെ മത്ത് പിടിപ്പിക്കുന്ന ഈ ഗന്ധം അനുഭവിക്കാതെ ഞാൻ ഉറങ്ങിയിട്ടേയില്ല. എന്റെ കിടക്കറ നിറയെ ഈ പൂക്കളുടെ സൗരഭ്യമാണ്. ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഈ സൗരഭ്യമുണ്ട്. എന്റെ ശരീരത്തിലും ഈ സൗരഭ്യമുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ, എന്റെ ഭർത്താവ്, എന്നെ ഉപേക്ഷിക്കാൻ കാരണവും ഇതാണ്. പക്ഷേ എനിക്കിത് കൂടിയേ തീരൂ. അയ്യോ, ഞാൻ ഇവനെ അല്പം സഹിച്ചോട്ടെ. അതിനെന്റെ സമ്മതം വേണോ? ഇവിടത്തേക്ക് ലഹരി നോക്കുമ്പോഴാണ് ഒരെടുപ്പ്. പണ്ടൊക്കെ അമ്മാവന്റെ വീട്ടിൽ വെച്ച് ഈ മുഖം ഒളിഞ്ഞിരുന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. ലഹരി മൂത്ത ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ കൊതിയായിരുന്നു. ചിലപ്പോ ചിലപ്പോ അങ്ങ് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയിട്ടുണ്ട്. അയ്യോ, ഇത്രയും കാലം ഞാനിത് മനസ്സിൽ വെച്ചു. ഇനിയും എനിക്ക് തടക്കാൻ വയ്യ. ഞാനും
ആയിക്കോട്ടെ ആയിക്കോട്ടെ, രണ്ടാളും സേവിച്ചാൽ ഒടുവിൽ ഒരുമിച്ചൊരു രസത്തിലെത്തും. അല്ലെങ്കിൽ വേണ്ട, അങ്ങ് കഴിച്ചാ മതി. ഇന്നത്തെ ദിവസം അങ്ങയുടെ മാത്രമാണ്. എട്ട് വീടരുടെ യോഗങ്ങൾ കൂടുമ്പോഴും കുടിച്ച് ലക്ക് കിട്ടാണോ പോയിരിക്കുന്നത്? ഇതുപോലെ ലക്ക് കേട്ടോ. ഞാനോ കുടിക്കും തോറും എനിക്ക് എന്റെ ബോധം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും, മഴവില്ല് പോലെ. അത് വെറുതെ, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. ഇന്നത്തെ യോഗത്തിൽ എന്ത് തീരുമാനിച്ചു? വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മയേ ഉള്ളൂ, പക്ഷേ അല്ലെങ്കിൽ വേണ്ട. നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ എന്നോട് എന്തിനു പറയണം? ഞാൻ അന്യല്ലേ. നമുക്ക് നമ്മൾ രഹസ്യങ്ങൾ വേണ്ട. സുഭദ്ര എന്റെ സ്വന്തമല്ലേ. എന്താ നീ അറിഞ്ഞ എട്ടുകൂടന്മാരുടെ തല ആകാശം ഒടിഞ്ഞു വീഴൂ? ഇത് നല്ല കൂത്ത്. വേണ്ട വേണ്ട, നിങ്ങളുടെ രാജകാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ സുഭദ്ര ഇത് കേൾക്കണം, എന്റെ സമാധാനത്തിന് വേണ്ടി കേൾക്കണം. മാർത്താണ്ടോർമ്മ മാങ്കോയിക്കൽ വീട്ടിലെ പടിഞ്ഞാറെ അറയിൽ ഒളിച്ചിരിപ്പുണ്ട്. വീടിന്റെ പിന്നിൽ പുഴയുണ്ട്. അറയിൽ നിന്നും പുഴയിലേക്ക് ഒരു ഗുഹയിൽ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ വീടിന്റെ പൂ ആക്രമിക്കുമ്പോ അയാൾ ഗുഹയിലൂടെ പുഴയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ. അന്നേരം അവിടെയും ഞങ്ങൾ കാണും. അവിടെ വെച്ച് ഞങ്ങൾ അയാളെ കൊല്ലും, ഉറപ്പാ.